നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അപ്പോ എന്നെക്കാളും വലുത് നിനക്ക് ഈ കുഞ്ഞാണല്ലേ? കുഞ്ഞിനെ അങ്ങോട്ട് കൊടുക്കടി. കുഞ്ഞിനെ അങ്ങോട്ട് കൊടുക്കാൻ. അച്ഛാ, തൽക്കാലം ഞാൻ പറയുന്നത് അച്ഛൻ കേൾക്കണം. കേട്ടേ പറ്റൂ. 2 ദിവസം കൊണ്ട് കാര്യങ്ങളെല്ലാം ഞാൻ നേരേക്ക് തരും. ആ പിന്നെ ഊണ് റെഡിയായിട്ടുണ്ട്. ഞാൻ അച്ഛനുള്ള ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവരാം. അതെന്തിന്? ഞാൻ ഡൈനിങ് ടേബിളിൽ ഇരുന്നാണല്ലോ സാധാരണ ഭക്ഷണം കഴിക്കാറുള്ളത്. 2 ദിവസത്തേക്ക് അസാധാരണമായ ചിലതൊക്കെ ഇവിടെ നടക്കും. എല്ലാം ഇപ്പൊ അച്ഛനോട് തുറന്നു പറയാൻ എനിക്ക് പറ്റില്ല. പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. നീ മീനാക്ഷിയുടെ അമ്മ ചമയാൻ തുടങ്ങിയതിന്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയാം. നിന്റെ ആ ഉദ്ദേശം നടപ്പിലാക്കാൻ അല്പ ബുദ്ധിമുട്ടേണ്ടി വരും. കുഞ്ഞു ഉറങ്ങിയില്ലേ? ഇല്ല, വല്ലാത്ത വാശിയില്ല. എങ്ങനെ വാശിയില്ലാതിരിക്കും? ആ മൈഥിലി പ്രസവിച്ചതല്ലേ. ഇനി മോൾ ഇതിന്റെ സ്വഭാവമൊക്കെ മാറ്റിയെടുക്കണം. ആ ഒരു കാര്യം ചെയ്, നിന്റെ റൂമിൽ കൊണ്ടുപോയി ഇതിനെ ഉറക്കാൻ നോക്ക്. എന്റെ മുറിയോ? ആ അതെന്താ ഒരു അത്ഭുതം പോലെ? ഇത് നിന്റെ വീടല്ലേ, നിനക്കിവിടെ മുറി ഉണ്ടാവില്ലേ? നിനക്കെന്നും ഇവിടെ ഒരു മുറിയുണ്ട്. മാധവ മന്ദിരത്തിലെ പേരക്കുട്ടിക്ക് ഇവിടെ ഒരു മുറിയില്ലെന്ന് പറഞ്ഞ? എനിക്ക് പോണം വല്യമ്മേ. എങ്ങോട്ട്? അമ്മയുടെ അടുത്തേക്ക്. അമ്മ എന്നെ കണ്ടില്ലെങ്കിൽ ആകെ വിഷമിക്കും. ഞാൻ വിചാരിച്ച കാര്യം നടപ്പിലാക്കാതെ നിന്നെ ഞാൻ എങ്ങോട്ടും പറഞ്ഞയക്കില്ല. ഏതായാലും നീ ഇപ്പൊ മുറിയിൽ റെസ്റ്റ് ചെയ്. ഭക്ഷണം കഴിഞ്ഞ് വൈകുന്നേരത്തോടെ നിന്നെ ഞാൻ ചെമ്പകമംഗലത്തേക്ക് കൊണ്ടുവിടാം. ഇപ്പൊ എന്റെ മോള് വാ. വാ മോളെ, വാ. ഇതാണ് മോളുടെ മുറി. മോളിങ് വന്നേ. ഇതില് മുഴുവനും നിനക്ക് വേണ്ടി വാങ്ങി വെച്ചിരിക്കുന്ന ഡ്രസ്സുകളാ. ഇവിടെ ഇടാനും പുറത്തിടാനും. ഇനി ഇതില് വെറൈറ്റി വല്ലതും വേണമെങ്കിൽ നമുക്ക് പിന്നെ പുറത്തു പോയി വാങ്ങിക്കാം. ഇതെന്താ ഇത് അന്തം വിട്ട മട്ടില് നോക്കുന്നേ? ഒന്നുമില്ല. എനിക്ക് എന്തോ ഒരു പേടി പോലെ. പേടിയോ? അവനവന്റെ വീട്ടിൽ നിന്ന് പേടിക്കുന്ന നിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടത്? ഇതാണ് നിന്റെ മുറി. എന്താ ഇത് പോരെ? ആ ഇനി എന്റെ മോള് വാ, നമുക്ക് ആഹാരം കഴിക്കാം.
കുഞ്ഞിനെ മോളിയുടെ കയ്യിൽ കൊടുക്ക്, അവൾ നോക്കിക്കോളും. വേണ്ട. അപ്പോ എന്നേക്കാളും വലുത് നിനക്ക് ഈ കുഞ്ഞാണല്ലേ? കുഞ്ഞിനെ അങ്ങോട്ട് കൊടുക്കടി. കുഞ്ഞിനെ അങ്ങോട്ട് കൊടുക്കാൻ. എന്താ മോളെ ഇത്? ഞാൻ നിന്റെ അമ്മയല്ലേ? ഈ അമ്മ പറഞ്ഞിട്ട് മോൾ അനുസരിക്കാത്തതുകൊണ്ടല്ലേ അമ്മയ്ക്ക് ദേഷ്യം വന്നത്? ഞാനിങ്ങനെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നവര് ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ എനിക്കിങ്ങനെയാ. പിന്നെ ഞാൻ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല. എന്റെ മോള് വാ. 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 ഇരിക്ക്. എന്തിനാ മോളെ നീ വല്യമ്മ ഇങ്ങനെ പേടിക്കുന്നു? നിന്നെ പ്രസവിച്ച അമ്മയാ മാധുരി. ആ മാധുരിയെ പോലെ തന്നെയാ ഞാനും. ഇനിയും എന്റെ മോക്ക് പോണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ പോയിക്കോ. വലിയമ്മ കാറി കൊണ്ടു ചെന്ന് അവിടെ വിടാം. ദേ, അതിനു മുമ്പ് ഈ ഫുഡൊക്കെ കഴിക്കണം. വലിയമ്മ മോക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ. എല്ലാം മോളുടെ ഫേവറേറ്റ്. ബിരിയാണി, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, പപ്പടം, സാലഡ്, അച്ചാറ്. പതുക്കെ ടേസ്റ്റ് ചെയ്ത് കഴിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.